ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമുക്ക് ഇന്നൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടത് ചെറിയ ഉള്ളി, ഒരു 3 ചുവന്നമുളക്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ തലേ ദിവസം അല്ലെങ്കിൽ ഒരു 2-3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച പച്ചരിയും കൂടി കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് ചെറിയ ഉള്ളി, മുളകും ജീരകവും കൂടിയിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ജീരകം കൂടി ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നല്ലതുപോലെ അരിഞ്ഞ് വരണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. അതിനുശേഷം ഞാനിതാ നമ്മുടെ പച്ചരി ഒന്ന് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ നല്ലതുപോലെ അരിയൊന്നും വേണ്ട, ഒരു മീഡിയം സൈസായിട്ട് അരഞ്ഞാൽ മതി കേട്ടോ. ഇതേ രൂപത്തിൽ അരിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് പഞ്ചസാരേനെക്കാളും ശർക്കര ചേർത്താലാണ് ഇതിന് ടേസ്റ്റ് കൂടുക. ഒരു മധുരവും എരിവും എല്ലാം കൂടിയിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈവനിങ് നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇതും ചായയും കൂടി ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ശർക്കര ഒരു 3 ടേബിൾ സ്പൂണും പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും മുളകും ജീരകവും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ശർക്കര നല്ലതുപോലെ ഒന്ന് അടിച്ച് വരണേ. ഇനി നമുക്ക് ഈ ബാറ്റർ കുറച്ചൊന്ന് ലൂസാക്കി എടുക്കാമെന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അധികമൊന്നുമില്ല, കുറച്ച് മാത്രം ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആണോ എന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം മധുരമൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. മാവ് തന്നെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ബാറ്റർ ലൂസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അധികം പണികളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് അപ്പച്ചട്ടിയിലോ ദോശച്ചട്ടിയിലോ എന്തിൽ വേണമെങ്കിൽ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ ചൂടായ ശേഷം നമുക്ക് ഒരു കയ്യിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയ കയ്യിലായതുകൊണ്ട് 2 കയ്യിൽ മാവ് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം നല്ലതുപോലെ ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലാകെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നെയ്യില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ നെയ്യ് ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് 2-3 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി തുറന്ന് നോക്കാം. നമ്മുടെ ഒരു ഭാഗം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സാണ്. അപ്പോൾ തിരിച്ചിട്ടിട്ട് ഞാൻ 2 മിനിറ്റ് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല, മധുരവും അധികം ഉണ്ടാവില്ല, പക്ഷേ അടിപൊളിയാണ് ഒരു ചായൻ്റെ ഒപ്പം കുടിക്കാൻ. അപ്പോൾ എരിവും എല്ലാം ഇഷ്ടമാവുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.